ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഏറ്റെടുക്കാട്ടോ. ഇന്നത്തെ വീഡിയോ ഡബ്ബിങ് ഫുള്ള് ഞാനാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. അപ്പോൾ രാവിലെ അല്ല 5 മണിയായപ്പോൾ ഉമ്മച്ചി ഇവിടെ ഈ റിസോർട്ടിന് തീയിടുക കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് തീയിടുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് തീയിട്ടു. ആ സൈഡൊക്കെ വേണ്ട, ഈ സൈഡ് ആ സൈഡിലൊക്കെ ചമ്മല അങ്ങനെ കൂടി കിടക്കുമായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് തീയിട്ടു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആച്ചുട്ടൻ്റെ സ്റ്റിച്ച് വെട്ടാൻ പോവാട്ടാ. സ്റ്റിച്ച് വെട്ടാൻ അങ്ങോട്ട് പോകുമ്പോൾ ആച്ചുട്ടന് വലിയ വേദന ഒന്നും ഉണ്ടായിരുന്നില്ല, അവന് വലിയ പേടി ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പേടി ഉണ്ടായിരുന്നോ? പേടി ഉണ്ടായിരുന്നു, ചെറിയൊരു പേടിയുണ്ടായിരുന്നല്ലോ അല്ലേ? ചെറുതായിട്ട് പേടി ഉണ്ടായിരുന്നു. അവന് പറഞ്ഞിരുന്നേക്ക് തൊടുമ്പോഴൊന്നും വേദന ഉണ്ടാവില്ല, പിന്നെ സ്റ്റിച്ച് വെട്ടുമ്പോൾ വേദനയ്ക്കില്ല എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ അതുപോലെ ഒന്നും സംഭവിച്ചില്ല കേട്ടാ. സ്റ്റിച്ച് വെട്ടുമ്പോൾ കരഞ്ഞു. ആ ബ്ലേഡ് എന്തൊക്കെയാണ് അവരവിടെ നിന്ന് എടുക്കണത്, എന്തുകൊണ്ടാണ് സ്റ്റിച്ച് വെട്ടണത്, അതൊക്കെ നോക്കിയിരിക്കുകയാണ് അവൻ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ബ്ലേഡ് എടുക്കണതും ആ കത്രിക എടുക്കണതൊക്കെ കാണുമ്പോൾ അവനൊരു പേടി, ഇതുകൊണ്ടൊക്കെ എന്നെയാണോ ചെയ്യാച്ചിട്ടല്ലേ, അതിൻ്റെ പേടിയാട്ടോ അവന്. അങ്ങനെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കെടുത്തിയപ്പോൾ ആൾ നന്നായി പേടിച്ചു. കെടുത്തിയിട്ടാണല്ലോ ഇവർ സ്റ്റിച്ചൊക്കെ ഇട്ടത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചെയ്യുമോ, വേദനിക്കുമോ എന്തൊക്കെ വെച്ചിട്ട് കുട്ടി നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ അവന്. പേടിച്ചിട്ട് ഉമ്മച്ചി കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. ഉമ്മച്ചിക്ക് അത് നോക്കാൻ പറ്റാതെ ഉമ്മച്ചി പിടിച്ചിട്ട് അങ്ങോട്ട് മുഖം തിരിച്ചിട്ടൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തത് നോക്കുമ്പോൾ നമുക്ക് അവൻ കരയുന്ന കാണുമ്പോൾ പേടിയാവും. പിന്നെ ആ ഇളകി ചോരൊക്കെ വന്നു. അവൻ കരയുന്നുണ്ട്, പക്ഷെ ഒതുങ്ങി കിടന്നിട്ടാണ് കരയണല്ലേ. അച്ഛൻ എന്തെങ്കിലും പറയാണ്ട? എനിക്കിത് പറ്റിയപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. എന്നെ പോലത്തെ കുറേ കുട്ടികളുണ്ടാവും, അവർ കളിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അപ്പം അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? അപ്പം എല്ലാവരും സൂക്ഷിക്കുക. ഇത് പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. അങ്ങനെ നമ്മൾ സ്റ്റിച്ചൊക്കെ വെട്ടിണ്ടിട്ട് അമ്മച്ചി ഇങ്ങോട്ട് തിരിഞ്ഞിട്ടു അങ്ങോട്ട് നോക്കിയിട്ടു ഇടയ്ക്ക് അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് തിരിയുക, അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് തിരിയും. അങ്ങനെ പേടിച്ചിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ സ്റ്റിച്ചൊക്കെ വെട്ടി അവർ ചോര വരുന്നുണ്ടായിരുന്നുകൊണ്ട് അവിടെ ഓയിൽമെൻറ്റ് തേച്ചിട്ട് അവർ കെട്ടിയിട്ട് വെറുതെ ഒന്ന് ഡ്രസ്സ് ചെയ്തതിലൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ട് ആച്ചേട്ടൻ്റെ ഇപ്പോഴും ബോധം വന്നിട്ടില്ല കേട്ടോ. എന്താ അവിടെ സംഭവിച്ചു വെച്ചിട്ട് അല്ലേ? ബോധം വന്നിട്ടില്ല എപ്പോഴൊന്നും. അങ്ങനെ നമ്മൾ മീൻകറി അല്ല മീൻ വറുക്കുന്നുണ്ട്. അപ്പുറത്ത് മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ്, മീൻകറി, മീൻ വറുത്തത് അല്ലേ, അതായിരുന്നു നമ്മുടെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യല്. അതും കൂട്ടിയിട്ടൊക്കെ നമ്മൾ ചോറ് ഇങ്ങനത്തൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടാ. ഇഷ്മോൾക്ക് എന്തെങ്കിലും പറയാണ്ട? കുറേ കാര്യങ്ങൾ. എന്ത് കുറേ കാര്യങ്ങൾ? കുഞ്ഞിക്കാടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ എല്ലാരും സൂക്ഷിച്ചിരിക്കുക. അങ്ങനെ ഇഷ്മോളുടെ ഒരു പാട്ടുണ്ട്, നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ഇഷ്മോളുടെ പാട്ടൊക്കെ എല്ലാവരും കേട്ടില്ലേ? അതായിരുന്നു ഇന്നത്തെ പാട്ടിട്ട് അല്ലേ? പാട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ പാട്ട് ഇഷ്ടമായത് കമൻറ്റ് ഇട്ടിട്ടാ. അതാ കണ്ട മുറി ഇപ്പം ഇങ്ങനെ ഇട്ടാ കാണിച്ചു കൊടുത്താ കണ്ട ഇങ്ങനെയാണ് മുറി. ഇപ്പം നമ്മൾ വെറുതെ ഓയിൽമെൻറ്റ് തയ്ച്ചിട്ടുണ്ട്. അവർ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എടുത്തു കിട്ടാ. കാരണം അത് ഇങ്ങനെ അതിൻ്റെ മുകളിലത്തെ പശ വിട്ടപ്പോൾ തന്നെ വിട്ടുപോരുക. അപ്പം നമ്മളത് ഊരി വെച്ചു അല്ലേ? ഇഷ്മോൾക്ക് വേറെ എന്തെങ്കിലും പറയണ്ട? അവൾ കരഞ്ഞൂട്ടാ, ഒരു പേടി ഉണ്ടായിരുന്നു അവൾക്ക്. ഇപ്പൊ എന്തായി? ഉഷാറായില്ലേ? ഇപ്പൊ അവൾക്ക് ആശ്വാസമായി. അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ പുതിയതായി വന്നവരൊക്കെ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ പറയാള്? ആച്ചേട്ടൻ എന്താ പറയാ? ആച്ചേട്ടന് വേറെ എന്തെങ്കിലും പറയണ്ട? ആച്ചേട്ടൻ്റെ ഡയലോഗ് എല്ലാവരും കേട്ടില്ലേ? എല്ലാവരും സൂക്ഷിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം. എല്ലാവർക്കും ബൈ ബൈ.